മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. നമ്മൾ ചിലപ്പം ഭക്തന്മാരുടെ സംഘം കൊണ്ടോ അവരുടെ കാരുണ്യം കൊണ്ടോ ചിലപ്പോൾ ഈ ഭക്തി ഏറ്റെടുത്തിരിക്കും. ആരെങ്കിലും പറയും നമ്മളോട് നാമം ജപിക്കാൻ പറയും, നമ്മൾ നാമം ജപിക്കും. ആരെങ്കിലും പറയുമ്പോൾ ബുക്ക് വായിക്കാൻ പറയും, ബുക്ക് വായിക്കും. അത് മറ്റുള്ളവർ പറയുന്ന പുഷിങ്സ് കൊണ്ട് നമ്മൾ ചെയ്യുന്നതാണ്. നമ്മൾ മനസ്സിലാക്കണം, ഇത് അവര് പറയുന്നത് കൊണ്ടല്ല ഞാൻ ചെയ്യേണ്ടത്. യഥാർത്ഥത്തിൽ എനിക്കും എന്റെ അച്ഛനുമായിട്ടുള്ള ബന്ധം സ്ഥാപിക്കാനാണ് ഞാൻ ഇത് ചെയ്യുന്നത്. അത് നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്നു. മറ്റുള്ളവര് ആണ് ഇപ്പൊ എനിക്കും എന്റെ അച്ഛൻ, ഇപ്പൊ ഞാൻ ഭൗതികലോകത്തിലെ കാര്യം പറയാണ്, എനിക്കും എന്റെ അച്ഛനുമായിട്ട് ബന്ധം സ്ഥാപിക്കണം എന്ന് പറയേണ്ടത് മറ്റാൾക്കാരും അല്ല. ഞാൻ എന്റെ ആവശ്യമാണ് എനിക്കും എന്റെ അച്ഛനുമായിട്ട് ബന്ധം സ്ഥാപിക്കാനുള്ളത്. മറ്റുള്ളവർ നമ്മളെ ഓർമ്മിപ്പിച്ചു തരികയാണ്, അത് നമ്മളെ സഹായിക്കുകയാണ്. പക്ഷെ അവരുടെ സഹായം ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ നമ്മൾ നമുക്ക് ആ ഒരു ഇത് കൊണ്ടുവരണം. ആ ഒരു ഡിറ്റർമിനേഷൻ, നിശ്ചയദാർഢ്യം നമ്മൾ കൊണ്ടുവരണം. അതിന് വേണമെങ്കിൽ ആദ്യം ഈ കാര്യം നമ്മുടെ ഹൃദയത്തിൽ ഉറക്കണം. ഇത് ഈ ബേസിസ്, ഈ അടിസ്ഥാനം ഇല്ലാതെ നമ്മൾ എത്ര സ്പിരിച്വലി അഡ്വാൻസ് ചെയ്യാൻ ശ്രമിച്ചാലും നമുക്ക് അഡ്വാൻസ് ചെയ്യാൻ പറ്റും. ഈ ഒരു ബേസിക് നോളജ് ഇല്ലാതെ. കൃഷ്ണൻ ഭഗവാനാണ്, ആ വ്യക്തിയാണ്. പല പല ആൾക്കാരാണ് ബീജപ്രദാപ്രദാന്ന് പറയുന്നത്. അപ്പം ഞാനാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഭഗവാൻ അവസാനം പറയുന്നത് സർവധർമാൻ പരിത്യജ്യ അഹം മാമേക ശരണം വ്രജ. സർവധർമാൻ പരിത്യജ്യ മാമേക ശരണം, എന്നെ തന്നെ ശരണം പ്രാപിക്കൂ എന്ന് പറയും. മറ്റെല്ലാം ഉപേക്ഷിച്ചിട്ട് എന്നെ തന്നെ ശരണം പ്രാപിക്കൂ എന്ന് പറയും. നമുക്ക് എന്തെങ്കിലും അപകടം വരുമ്പോൾ നമുക്ക് അച്ഛനുണ്ട്, മറ്റാൾക്കാരൊക്കെ ഉണ്ട്, നമ്മൾ എപ്പോഴും അച്ഛന്റെ അടുത്തേ പോകത്തുള്ളൂ. കാരണം അതാണ് നമ്മുടെ ഷെൽട്ടർ എന്ന് അറിയാൻ പറ്റും. അതേപോലെയാണ് ഭഗവാൻ ഇവിടെ പറയുന്നത് സർവധർമാൻ പരിത്യജ്യ മാമേകം ശരണം. അച്ഛന്റെ അടുത്ത് പോയി കഴിഞ്ഞാൽ ഭയം മാഷുജ, ഒരിക്കലും ഭയപ്പെടേണ്ട ആവശ്യമില്ല എന്നും ഭഗവാൻ പറയുന്നു. അതില് പേടിക്കേണ്ട ആവശ്യമില്ല. നമ്മളിപ്പോ ചിന്തിക്കും, ഞാൻ കാലാകാലങ്ങളായിട്ട് ഇന്ന ദേവി ദേവന്മാരെയൊക്കെ ആരാധിച്ചു വന്നു, അതൊക്കെ എന്റെ വീട്ടിലെ വിഗ്രഹങ്ങളായിട്ടും ഫോട്ടോസ് ആയിട്ടും ഒക്കെ ഉണ്ടല്ലോ. അപ്പൊ ഞാൻ പെട്ടെന്ന് ഭഗവാനെ തന്നെ പൂർണ്ണമായിട്ട് ശരണം പ്രാപിച്ചാൽ അവരൊക്കെ എന്നോട് കോപിക്കുമോ? എന്നോട് ഇല്ല. അവരുടെ എല്ലാം അഹം ബീജപ്രദാപിത, എല്ലാ ചരാചരങ്ങളുടെയും പിതാവ് ഭഗവാനാണ്. നമ്മൾ പൂജിക്കുന്നതായിട്ട് ഉള്ള എല്ലാ ദേവീദേവന്മാരുടെയും പിതാവ് ഭഗവാനാണ്. അതുകൊണ്ട് മാഷുജ, ഭയക്കേണ്ട ആവശ്യമില്ല. അപ്പൊ ആ ഒരു ക്ലിയർ ആയിട്ടുള്ള പിക്ചർ നമ്മുടെ ഹൃദയത്തിൽ വേണം. ആ ക്ലിയർ പിക്ചർ നമ്മുടെ ഹൃദയത്തിൽ വേണം. എങ്കിൽ മാത്രമേ നമുക്ക് പിന്നെ ആരും പറയേണ്ട ആവശ്യമില്ല. ഞാനും എനിക്കും ഭഗവാനും തമ്മിൽ ബന്ധമുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കി കഴിഞ്ഞാൽ ആരും നമ്മളെ പുഷ് ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങൾ അത് ചെയ്യൂ, നിങ്ങൾ ഇത് ചെയ്യൂ, നിങ്ങൾ എന്തുകൊണ്ട് വന്നില്ല, നിങ്ങൾ എന്തുകൊണ്ട് എന്ത് ജപിച്ചില്ല, നിങ്ങൾ എന്തുകൊണ്ട് ഇങ്ങനൊന്നും പറയേണ്ട ഒരു ആവശ്യമില്ല. നമുക്ക് ആ ഇത് റിയലൈസ് ചെയ്ത് കഴിഞ്ഞാൽ പതുക്കെ ആയാലും സ്പീഡായാലും നമ്മൾ അഡ്വാൻസ് ചെയ്യും. നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കും. നമുക്ക് മറ്റ് ഇതിന്റെ പുഷിങ്സിന്റെ ആവശ്യം വരുന്നില്ല. ഇത് നമ്മൾ മനസ്സിലാക്കും. ഇനി ആ പോയിന്റ് ആണ് ഞാൻ നിങ്ങൾക്ക്, അത് അത്രയും എവിഡന്റ് ആണ് ഈ ശ്ലോകത്തിൽ. അതുകൊണ്ടാണ് ഈ ഒരു കാര്യത്തെ കുറിച്ച് അത്രയും ഇതായിട്ട് പറഞ്ഞത്. അപ്പൊ ഈ ക്ലാസ് കഴിഞ്ഞ് പോകുമ്പം ഇത് നമ്മുടെ ഈ മരണം വരെയെങ്കിലും ഈ പോയിന്റ് നമ്മുടെ ഹൃദയത്തിലിരിക്കണം. നമ്മൾ ഈ പോയിന്റ് നമ്മുടെ ഹൃദയത്തിലിരിക്കണം. അല്ലെങ്കിൽ എന്താണ് അതുകൊണ്ട് പ്രയോജനം? നമ്മൾ ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യുന്നതുകൊണ്ട് പ്രയോജനം? ക്ലാസ്സുകൾ, ഭക്തന്മാര് ക്ലാസ്സുകൾ എടുക്കുന്നത് എല്ലാ ദിവസവും ക്ലാസ് എടുത്ത് നമ്മളെ ഭക്തിയിൽ ഉയർത്താൻ വേണ്ടിയല്ല. ഈ പോയിന്റ് റിയലൈസ് ചെയ്തിട്ട് നമ്മൾ സ്പിരിച്വലി അഡ്വാൻസ് ചെയ്യാൻ വേണ്ടിയാണ്. ഓരോ വ്യക്തികളും ആത്മീയപരമായിട്ട് ഉയർന്നു വരാൻ വേണ്ടിയാണ് ക്ലാസ്സുകൾ എടുക്കുന്നത്. നമുക്കൊന്നും അറിയില്ല, എല്ലാ ദിവസവും ഇങ്ങനെ ക്ലാസ് കിട്ടി നമ്മൾ അതിനകത്തുനിന്ന് ഊർജം ഉൾക്കൊണ്ട് നമ്മൾ സ്പിരിച്വലി അഡ്വാൻസ് ചെയ്യണം. ഇതിനു വേണ്ടിയാണ് ക്ലാസ് എടുക്കുന്നത്. ഒരു ഭക്തന്റെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ എല്ലാവരും ഭഗവാൻ പരമദിവ്യത്വം പുരുഷനാണ്, അദ്ദേഹമാണ് സ്രോതസ് എന്ന് മനസ്സിലാക്കുകയും എല്ലാ ജീവാജാലങ്ങൾക്കും അദ്ദേഹത്തിന്റെ കാരുണ്യം കിട്ടുകയും ചെയ്യാം. ഇതേ ഉള്ളൊരു ഭക്തന്റെ ആഗ്രഹം. എല്ലാ ചരാചരങ്ങളും മനസ്സിലാക്കണം അവരുടെ ആദ്യ പിതാവ് ഭഗവാനാണെന്ന്. അത് മനസ്സിലാക്കി കഴിഞ്ഞാൽ അവർ ബന്ധം സ്ഥാപിക്കുകയും അങ്ങനെ അവർക്കെല്ലാം ഭഗവാന്റെ കാരുണ്യവും കിട്ടും. അത് മാത്രമാണ് ഒരു ഭക്തനെ സംബന്ധിച്ചിടത്തോളം ഉദ്ദേശം. അതുകൊണ്ടാണ് ഭക്തന്മാരെ ക്ലാസ് എടുത്ത് നമുക്ക് ഈ കാര്യങ്ങൾ പറഞ്ഞു തരുന്നത്. അപ്പൊ ഇതിൽ നിന്ന് നമ്മൾ എടുത്തിട്ട് നമ്മൾ പേഴ്സണലി അഡ്വാൻസ് ചെയ്യാനായിട്ട് ശ്രമിക്കണം. നമ്മൾ എന്തെല്ലാം ഓരോ കാര്യങ്ങൾ നമ്മളിപ്പം ഒരാൾ സൈക്കിള് പഠിപ്പിച്ചു കഴിഞ്ഞു കഴിഞ്ഞാല് നമുക്ക് ആ സൈക്കിള് നമ്മൾ പിന്നെ അത്
പരിശീലിച്ച് നമ്മൾ ആ സൈക്കിളിൽ എക്സ്പേർട്ട് ആയി മാറുന്നില്ലേ? സ്പിരിച്വൽ ലൈഫും അതേപോലെയാണ്. നമുക്ക് ക്ലാസ്സുകൾ കിട്ടി, അത് എവിഡന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു തന്നു. അതിൽ നിന്ന് പൂർണ്ണമായിട്ട് ഉൾക്കൊണ്ടുകൊണ്ട് നമ്മളത് പ്രാക്ടീസ് ചെയ്യണം. ഇങ്ങനെ നമ്മൾ വിഷമിച്ചിരുന്നിട്ട് കാര്യമില്ല. നമുക്ക് ആ നോളജ് തന്നു, നോളജ് ഫുള്ളായിട്ട് ഭഗവാനും ഭക്തന്മാരും നമുക്ക് നൽകിയിട്ടുണ്ട്. ആ നോളജ് യൂസ് ചെയ്ത് നമ്മൾ അഡ്വാൻസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. നാനാരൂപേണയുള്ള ജീവിവർഗങ്ങൾക്കെല്ലാം ഈ ഭൗതിക പ്രകൃതിയിൽ ജന്മമെടുക്കാൻ അവസരം നൽകിയത് ഞാനാണ്. അവരുടെ ബീജപ്രതാവായ പിതാവ് ഞാൻ തന്നെയെന്ന് അറിയാം. എല്ലാ ജീവജാലങ്ങളും നമ്മൾ എന്തിനാണ് ഇവിടെ വന്നത്? ഭഗവാനെ മറന്ന് ഇവിടെ വന്നത്. അത് ഒരു പോയിന്റാണ്. ഈ ശ്ലോകത്തിൽ ഈ 2 പോയിന്റാണ് എവിഡന്റ് ആയിട്ട് എനിക്ക് തോന്നിയ ഒരു കാര്യങ്ങൾ ഷെയർ ചെയ്യുന്നത്. രണ്ടാമത്തെ പോയിന്റ്, എന്തുകൊണ്ട് നമ്മളെല്ലാം ഭഗവാന്റെ അംശങ്ങളാണ്, മക്കളാണെങ്കിൽ എന്തുകൊണ്ട് ഇവിടെ വന്നു എന്നുള്ളൊരു കാര്യം. ഇതില് ലൈറ്റ് ഓഫ് ഭാഗവതയിൽ തന്നെ പറയുന്ന ഒരു പോയിന്റ്, ബദ്ധ ജീവാത്മാക്കൾക്ക് ആസ്വദിക്കാൻ വേണ്ടിയാണ് ഭഗവാൻ ഈ ഭൗതിക ലോകം നൽകിയിരിക്കുന്നത്. അതായത് ജീവാത്മാക്കള് ഭഗവാനോടൊപ്പം ഉണ്ടായിരുന്ന വ്യക്തികളാണ്. നമ്മളെല്ലാവരും ഭഗവാനോടൊപ്പം ഉള്ളതാണ്. എപ്പോഴാണ് നമ്മളുടെ ഉദ്ദേശം തന്നെ ഭഗവാനെ സേവനം ചെയ്യുക എന്നുള്ളതാണ്. ആ സേവനത്തിൽ നമുക്ക് അതുല്യമായ സന്തോഷം കിട്ടുന്നു. പക്ഷെ അവിടെ തന്നെ ലവ് എക്സിസ്റ്റ് ചെയ്യണമെങ്കിൽ, സ്നേഹം എക്സിസ്റ്റ് ചെയ്യണമെങ്കിൽ സ്നേഹത്തെ റിജക്ട് ചെയ്യാനുള്ള ഓപ്ഷനും കൂടെ അതിനകത്ത് ഉണ്ടായിരിക്കണം. എങ്കിലേ സ്നേഹം, അല്ലെങ്കിൽ ഫോഴ്സ്ഡ് ആണ്, നിർബന്ധിച്ച് ചെയ്യുന്നതാണ്, അത് പറ്റില്ല. പക്ഷെ ആ ഇത് വേണമെങ്കിൽ, ശരിക്കുള്ള സ്നേഹം വേണമെങ്കിൽ അതിനകത്ത് സ്നേഹത്തെ റിജക്ട് ചെയ്യാനുള്ള ഒരു അവസരം വേണം. അപ്പം ഭൂരിപക്ഷം ജീവജാലങ്ങളും ഭഗവാനെ സ്നേഹിച്ച് ആത്മീയ ലോകത്തിൽ ഭഗവാന്റെ സേവനത്തിൽ ഏർപ്പെട്ടിരിക്കുക. പക്ഷെ റിജക്ട് ചെയ്യാനുള്ള സ്വാതന്ത്ര്യം ഉള്ളത് കൊണ്ട്, റിജക്ട് ചെയ്യാൻ സ്വാതന്ത്ര്യം ഉണ്ടെന്ന് വെച്ചാൽ ഉറപ്പായിട്ട് എവിടെയെങ്കിലും ഒരാൾ അത് റിജക്ട് ചെയ്തിരിക്കും. ഇപ്പം KSRTC ബസ് വരാനും വരാതിരിക്കാനും സാധ്യതയുണ്ടെന്ന് വെച്ചാൽ എന്തെങ്കിലും ഒരു ദിവസം ഒരു വരത്തില്ല എന്നുള്ളൊരു പോയിന്റ് ഉണ്ട്. എല്ലാ ദിവസവും ഇവിടെ ഇപ്പം ഇതിലേക്കൂടെ KSRTC ബസ് പോകുന്നുണ്ട്. പകലൂർ കല്ലൂർ റോഡിൽ എല്ലാ ദിവസവും പോകുന്നുണ്ട്. പക്ഷെ നമുക്ക് 100% ഉറപ്പ് പറയാൻ പറ്റില്ല 365 ദിവസം അത് പോകും. ചില ദിവസങ്ങളിൽ എന്തെങ്കിലും ഡ്രൈവറിന്റെ അസുഖം മറ്റോ എന്തെങ്കിലും വന്ന് വേറെ റീപ്ലേസ്മെന്റ് ഇല്ലെങ്കിൽ ചിലപ്പം ബസ് പോകത്തില്ല, അല്ലെങ്കിൽ ഒരു ബന്ധു വന്നു കഴിഞ്ഞാൽ പോകത്തില്ല. അതിന്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ 365 ദിവസത്തിൽ 364 ദിവസം ഇതുവഴി KSRTC ബസ് പോകും. പക്ഷെ ചിലപ്പം ഒരു ദിവസം ചിലപ്പോൾ പോകാതിരിക്കാൻ സാധ്യതയുണ്ട്. അപ്പൊ അതേപോലെ തന്നെ ആത്മീയ ലോകത്തിൽ ഭൂരിപക്ഷം ജീവജാലങ്ങളും ഭഗവാനെ സ്നേഹിച്ച് ഭഗവാനോടൊപ്പം നിൽക്കുന്ന ജീവാത്മാക്കൾ. പക്ഷെ അവിടെയും ഭഗവാൻ സ്വാതന്ത്ര്യം കൊടുത്തിട്ടുണ്ട് ഭഗവാനെ റിജക്ട് ചെയ്യും. അങ്ങനെ സ്വാതന്ത്ര്യം എടുത്ത് വന്ന ജീവജാലങ്ങളാണ് നമ്മൾ ഈ ഭൗതിക ലോകത്തിലുള്ള. അപ്പൊ അതിനുവേണ്ടിയാണ് ഭഗവാൻ നമുക്ക് ഇവിടെ ചെന്ന് നമുക്ക് ആ സ്വാതന്ത്ര്യത്തെ, നമ്മൾ ചെയ്ത ദുരുപയോഗമാണ്, അത് തെറ്റാണെന്ന് മനസ്സിലാക്കി നമ്മളത് തിരുത്താനുള്ള ഒരു അവസരമാണ് ഈ ഭൗതിക ലോകം. അതാണ് നമ്മൾ ഇതിൽ നിന്ന്, ഈ പോയിന്റിൽ നിന്ന് മനസ്സിലാക്കിയെടുക്കുന്നത്. എന്തുകൊണ്ടാണ് ഭൗതിക ലോകം നമ്മൾ സൃഷ്ടിക്കുന്നത്? നമുക്ക് ആസ്വദിക്കാൻ പറ്റും, അതിനുവേണ്ടിയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. പക്ഷെ ഇതൊരു റെക്ടിഫിക്കേഷൻ പ്ലേസ് ആണ്. ഇവിടെ നമ്മൾ മനസ്സിലാക്കും, നമ്മൾ എത്ര ആസ്വദിച്ചാലും ഭഗവാൻ ഇല്ലാതെ നമുക്ക് പൂർണ്ണമായിട്ട് ആസ്വദിക്കാൻ പറ്റില്ല എന്ന്. നമ്മൾ എന്തെല്ലാം ഭൗതിക ലോകത്തിൽ എത്ര ആരോഗ്യവും കഴിവുകളും എത്ര സമ്പാദ്യവും എല്ലാം ഉണ്ടെങ്കിലും നമുക്ക് ആ ശരീരം, നമ്മൾ സ്നേഹിച്ച് വളർത്തി വലുതാക്കിയ ശരീരത്തെ നമുക്ക് എപ്പോഴും കൊണ്ടുപോകാനായിട്ട് പറ്റും. എന്ത് സന്തോഷം ആഗ്രഹിച്ചാലും അതിന്റെ അവസാനം ഒരു ഫ്രസ്ട്രേഷൻ ഉണ്ടാവും. നമ്മൾ ഈ ഭൗതിക ശരീരമല്ല, നമ്മൾ ആത്മാവാണ്. ആത്മാവിന്റെ യഥാർത്ഥ സ്ഥാനം ഭഗവാനോടൊപ്പമാണ്. ഇത് മനസ്സിലാക്കി നമ്മൾ ഈ ഭക്തിയോഗം സിൻസിയർ ആയിട്ട് ഈ ഒരു പോയിന്റ് മാത്രം, അഹം ബീജ പ്രദാപിത, അത് നമ്മുടെ ഹൃദയത്തിൽ ആഴ്ന്നിറങ്ങിയിരിക്കണം. എങ്കിൽ മാത്രമേ എനിക്ക് ഭഗവാനോട് ബന്ധം സ്ഥാപിക്കണമെന്ന് പറയും. അല്ലെങ്കിൽ നമ്മൾ മറ്റാരെങ്കിലും പറയുന്നത് കേട്ട് നമ്മൾ കുറച്ചൊക്കെ ചെയ്യും, അവർ പറയുന്നത് നിർത്തിക്കഴിഞ്ഞാൽ നമ്മൾ നിർത്തും. ഇങ്ങനെ പോയിട്ട് എന്ത് കിട്ടാനാണ് നമുക്ക്? നമുക്ക് ആ ഒരു പോയിന്റ് നല്ല വ്യക്തമായിട്ട് ഭഗവത്ഗീതയിൽ നിന്ന് സാക്ഷാൽ ശ്രീകൃഷ്ണ ഭഗവാൻ തന്നെ നമുക്ക് എവിഡന്റ് ആയിട്ട് ഇത് പറഞ്ഞു തരുന്നുണ്ട്. എനിക്കും ഭഗവാനും തമ്മിൽ ബന്ധമുണ്ടെന്ന് ഞാൻ സ്ഥാപിക്കണം, അത് പുനഃസ്ഥാപിക്കണം എന്ന കാര്യം നമ്മൾ പറയും. ഇതാണ് ഇന്നത്തെ ശ്ലോകത്തിൽ നിന്ന് പറയുന്നത്. ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ
പ്രഭുവിന്റെ ചോദ്യം എന്ന് പറഞ്ഞാല് മനുഷ്യജന്മം വളരെ പ്രാധാന്യമുള്ളതാണെന്ന് കഴിഞ്ഞ ക്ലാസ്സുകളിൽ പറഞ്ഞു തന്നു. പക്ഷെ അതിനകത്ത് ചില പരിമിതികൾ ഉണ്ട് എന്നുള്ളത് പറഞ്ഞു. മനുഷ്യജന്മത്തിന്റെ പരിമിതി എന്ന് പറഞ്ഞാല് പരിമിതി എപ്പോഴും നമ്മൾ ആസ്വാദകനാണെന്ന് ചിന്തിക്കുമ്പോൾ എല്ലാ ജന്മവും പരിമിതി തന്നെയാണ്. ഞാനാണ് ആസ്വാദകൻ എന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ എല്ലാം പരിമിതിയാണ്. ഇപ്പൊ എനിക്ക് വായിക്കാനുള്ള കഴിവുണ്ട്. ഇപ്പൊ കുറച്ചു നാളും കൂടെ പ്രായം കൂടെ കഴിയുമ്പോൾ ഇതെനിക്ക് കാണാൻ പറ്റത്തില്ല. എനിക്ക് കണ്ണാടി വെച്ചാലേ പറ്റൂ. അതേപോലെ എനിക്ക് ചില കാര്യങ്ങൾ മനസ്സിലാക്കാൻ ഇപ്പൊ കഴിവുണ്ട്. കുറച്ച് വർഷങ്ങൾ കഴിയുമ്പോൾ ഓർമ്മശക്തിയൊക്കെ എനിക്ക് നഷ്ടപ്പെട്ടു. എന്ത് കാര്യം നമ്മൾ എന്ത് ആസ്വദിക്കാനായിട്ട് ശ്രമിച്ചാലും അത് ഈ ശരീരം കൊണ്ട് പരിമിതിയാണ്. പക്ഷെ മനുഷ്യജന്മത്തിന്റെ ഒരു ഗുണം എന്ന് പറഞ്ഞാല് നമുക്ക് ഈശ്വരൻ ആരാണ്, ഈശ്വരനുമായിട്ട് ബന്ധം സ്ഥാപിക്കണം എന്നുള്ള കാര്യം മനസ്സിലാക്കാനുള്ള ആ ഒരു അവബോധം മനുഷ്യജന്മത്തിലുണ്ട്. ഒരു മൃഗത്തിനോ ഒരു മാവിനോ ഒരു തെങ്ങിനോ ഒന്നും അത് മനസ്സിലാക്കാനുള്ള അവബോധം ഇല്ല. അതവരുടെ കർമ്മം അനുസരിച്ച് അവർ ശരീരം എടുത്തെടുത്തെടുത്ത് മനുഷ്യജന്മത്തിൽ നമുക്കിപ്പോ വരാനായിട്ട് ഒരു അവസരം കിട്ടും. അപ്പൊ ആ സമയത്ത് നമുക്ക് ഈ ഹയർ തിങ്, ശരീരത്തിന് ഉപരിയായിട്ടുള്ള കാര്യങ്ങൾ ചിന്തിക്കാനുള്ള ഒരു കഴിവുണ്ട്. അത് മനസ്സിലാക്കാനുള്ള കഴിവ്. അപ്പൊ അതാണ് അതിന്റെ ഗുണം. പരിമിതി ഏത് ശരീരത്തിനെടുത്താലും അതിന് പരിമിതികളുണ്ട്. ഇപ്പം ഒരു പാമ്പിന് വളരെ സ്പീഡിൽ ഇഴഞ്ഞു പോകാനും വെള്ളത്തിലൂടെയൊക്കെ പോകാനൊക്കെ പറ്റും. പക്ഷെ വെള്ളത്തിൽ നമ്മൾ പെട്ടെന്ന് വീണ്ടും നമ്മൾ മുങ്ങിപ്പോകും. നമുക്ക് ട്രെയിനിങ് ഇല്ല. പക്ഷെ ഒരു കുഞ്ഞു പാമ്പായാലും ഇഴഞ്ഞു. പരിമിതികള് വ്യത്യസ്തമായ പരിമിതികൾ എല്ലാ ശരീരത്തിനും ഉണ്ടാകും. അപ്പൊ അത് നാച്ചുറലാണ്. പക്ഷെ അത് നമ്മൾ ആസ്വാദകൻ എന്ന് ചിന്തിക്കുമ്പോൾ എല്ലാ കാര്യവും അതെല്ലാം പരിമിതിയാണ്. എനിക്കിപ്പം പറക്കണം എന്ന് വിചാരിച്ചാൽ എനിക്ക് പറ്റത്തില്ല. ഫ്ലൈറ്റിൽ പോയാലേ എനിക്ക് പറക്കാൻ പറ്റും. പക്ഷെ ഒരു പക്ഷിക്ക് അത് പറന്നു പോകാൻ പറ്റും. പക്ഷെ പക്ഷിക്ക് പറ്റാത്തൊരു കാര്യം മനുഷ്യന് പറ്റും. ആരാണ് ഭഗവാൻ, ഭഗവാനായിട്ട് ബന്ധം സ്ഥാപിക്കുക. അതുകൊണ്ട് മനുഷ്യജന്മം വളരെ പ്രാധാന്യമാണ്. പക്ഷെ ആ പ്രാധാന്യമുള്ള മനുഷ്യജന്മം നമ്മൾ പക്ഷിയെ പോലെ ആകണം, കുതിരയെ പോലെ ആകണം എന്ന് വിചാരിച്ചാല് അത് അവിടെയൊക്കെ പരിമിതികളാണ് ഉള്ളത്. പക്ഷെ നമുക്ക് അപരിമയമായ ഭഗവാനെ ഒരു പരിധിയുമില്ലാതെ സ്നേഹിക്കാനും മനുഷ്യജന്മത്തിൽ നിന്ന് സാധിക്കും. നല്ലൊരു ചോദ്യം ചോദിച്ചത്. ക്ലാസ്സിൽ പറഞ്ഞിരുന്നു അഹം ബീജപ്രദാപിത എന്നുള്ള കാര്യം നമ്മള് ഇപ്പൊ കേട്ടു, മനസ്സിലാക്കി. പക്ഷെ ഈ ക്ലാസ്സിൽ നിന്ന് വീട്ടിൽ പോകുമ്പോൾ അതങ്ങ് നമ്മൾ മറന്നു പോകും. അപ്പൊ അത് മറക്കാതിരിക്കാൻ എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളതാണ്. അപ്പം ഇതില് ഭാഗവതം വായിച്ചൊരു പോയിന്റില് ഒരു പൃഥു മഹാരാജിന്റെ എക്സാമ്പിൾ പറഞ്ഞു. പൃഥു മഹാരാജ് പറയുന്നുണ്ട് ഭഗവാനോട്, എനിക്ക് അവിടുത്തെ പരിശുദ്ധ ഭക്തന്മാരിൽ നിന്ന് നിരന്തരം കേൾക്കാനുള്ള അവസരം മതി. ഭഗവാൻ ചോദിക്കുമല്ലോ എന്ത് അനുഗ്രഹമാണ് വേണ്ടത് എന്ന് ചോദിക്കുമ്പോൾ ഇതാണ് പൃഥു മഹാരാജ് ചോദിക്കുന്നത്. എനിക്ക് അവിടുത്തെ പരിശുദ്ധ ഭക്തന്മാരിൽ നിന്ന് കേൾക്കാനുള്ള അവസരം മതി എന്നാണ്. അപ്പം ഈ പരിശുദ്ധ ഭക്തന്മാര് എന്ന് കേൾക്കുമ്പം അതിനകത്ത് എന്താണ് ഗുണം എന്ന് പറഞ്ഞാൽ ഒന്ന് ഭഗവാനെ കുറിച്ചാണ് അവർ പറയുന്നത്. പിന്നെ ആ പരിശുദ്ധ ഭക്തന്മാർക്ക് ഭഗവാനോടുള്ള സ്നേഹവും നമുക്ക് അതിനകത്ത് കാണാൻ പറ്റും. ശീല പ്രഭുപാദിന്റെ ബുക്സ് ഇത്രയും അട്രാക്റ്റീവ് ആവാനുള്ള കാരണം ശീല പ്രഭുപാദിന് കൃഷ്ണനോടുള്ള സ്നേഹം ആ ബുക്സിൽ എഴുതിയിട്ടുണ്ട്. ബുക്സിന് എവിഡന്റ് ആണ്, അത് നമുക്ക് പുറത്തു വരും. ആ സ്നേഹം നമുക്ക് കാണാനായിട്ട് പറ്റും. ഈശ്വരനെ എന്തുമാത്രം സ്നേഹിക്കുന്ന വ്യക്തിയാണ് ഇത് എഴുതിയിരിക്കുന്നതെന്ന് നമുക്ക് ബുക്സ് വായിക്കുമ്പോൾ മനസ്സിലാക്കാനായിട്ട് പറ്റും. അപ്പൊ അതിന്റെ ഭാവാർത്ഥത്തില് ശീല പ്രഭുപാദ് പറയുന്നുണ്ട്, നമ്മളും എല്ലാവരും മായയിൽ ഉറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഈ ശരീരമാണെന്ന് ചിന്തിച്ച് അങ്ങനെ ജീവിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ പരിശുദ്ധ ഭക്തന്മാരിൽ നിന്ന് നിരന്തരം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് മായയിൽ നിന്ന് ഉണർന്നു വരാനായിട്ട് പറ്റും. അതാണ് ജീവജാഗു ജീവജാഗു. ഭക്തിവിനോദ് ഠാക്കൂറിന്റെ പാട്ട്. നമ്മള് മായയുടെ ഇതിൽ കിടന്ന് ഉറങ്ങുകയാണ്. ഇപ്പൊ ചൈതന്യ മഹാപ്രഭു വന്ന് നമ്മളെ ഉണർത്തുകയാണ്, ഉണരാനായിട്ട് ഉണർത്തുകയാണ്. അതുകൊണ്ട് ഭക്തന്മാരുടെ വാക്കുകൾ കേൾക്കണം.
അപ്പൊ നമുക്ക് എപ്പോഴും അമ്പലത്തിൽ വരാനോ ക്ലാസ്സുകളാണെങ്കിൽ ഇവിടെ ആഴ്ചയിൽ ഒന്നേ ഉള്ളൂ. ചിലപ്പം രാവിലത്തെ ശ്രീമദ് ഭാഗവതം ക്ലാസ് ടെമ്പിളിൽ പോകാൻ എന്തോ സാഹചര്യം കൊണ്ട് പറ്റും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും, ഇങ്ങനെ നമുക്ക് റെക്കോർഡിംഗ് ഉണ്ട്, ഫോണുണ്ട്, ഫോണിനകത്ത് ഭക്തൻ ശീല പ്രഭുപാദിന്റെ ലെക്ചേഴ്സ് കേൾക്കാൻ പറ്റും. ഇനി അതും നമുക്ക് ബുദ്ധിമുട്ടാണെങ്കിൽ ബുക്സുകളുണ്ട്. ബുക്സിൽ സൈലന്റ് ആയിട്ട് പ്രഭുപാദിനെ നമ്മൾ കേൾക്കുകയാണ്. ഈ സൗണ്ട് കേൾക്കുന്നില്ലെങ്കിലും ആ സൈലന്റ് ആയിട്ട് അതെല്ലാം പ്രഭുപാദ് പറയുന്ന കാര്യമെല്ലാം ബുക്കിൽ എഴുതി. അപ്പൊ ഡെയിലി രാവിലെ നമ്മൾ ഇത് കുറച്ചു നേരം ഒരു വായിച്ചാല്, ഒരു 10-15 മിനിറ്റ് വായിക്കുകയാണെങ്കിൽ ആ 24 മണിക്കൂറും ആ ഒരു കോൺഷ്യസ്നെസ് നമ്മുടെ ഹൃദയത്തിൽ നിൽക്കും. രാവിലെ ജപിച്ച് രാവിലെ കുറച്ചു നേരം വായിച്ച് അങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമുക്കത് വേണം എന്ന് ആഗ്രഹം വേണം. നമ്മൾ ആ ഒരു ബന്ധം എപ്പോഴും ഓർക്കും. ഇപ്പൊ പ്രഭു പറഞ്ഞ പോലെ പ്രഭുവിന് ആ ആഗ്രഹമുള്ളതുകൊണ്ടാണ് പ്രഭു ചോദിച്ചത് എങ്ങനെ എനിക്കത് നിർത്താൻ പറ്റും, നിലനിർത്താൻ പറ്റും. അതേപോലെ ആഗ്രഹം എല്ലാവർക്കും വേണം. എങ്കിലേ നമുക്ക് അതിന്റെ പ്രക്രിയ എങ്ങനെയാണ് അത് നിർത്തണ്ടേന്നുള്ള കാര്യമൊക്കെ ശാസ്ത്രങ്ങളിലും ആചാര്യന്മാരും നമുക്ക് പറഞ്ഞു തരുന്നു. പക്ഷെ ഫസ്റ്റ് വേണ്ടത് ആഗ്രഹമാണ്. ഈ ക്ലാസ്സിൽ ജസ്റ്റ് ചോദ്യം ചോദിക്കണം എന്നുള്ളത് കൊണ്ട് ചിലപ്പോൾ നമ്മൾ ചോദിക്കാം എങ്ങനെ എനിക്ക് എപ്പോഴും ഓർക്കാൻ പറ്റും, അങ്ങനെയല്ല. നമ്മുടെ ഉള്ളിൽ ആ റിയലി ആഗ്രഹം വേണം, എനിക്ക് എപ്പോഴും ഭഗവാനാണ് എന്റെ പരമപിതാവ് എന്ന് ഓർമ്മ വേണം എന്ന്. അതിനാണ് കൃഷ്ണാബോധം എന്ന് പറയുന്നത്, കൃഷ്ണനെ കുറിച്ചുള്ള അവബോധം. അതിനെയാണ് കൃഷ്ണാബോധം എന്ന് പറയുന്നത്. നമ്മൾ ഈ കൃഷ്ണാബോധ സംഘടനയിൽ വന്ന് ഇതൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് അതാണ് വേണ്ടത്. എപ്പോഴും കൃഷ്ണനെ കുറിച്ചുള്ള ചിന്തയാണ് വേണ്ടത്. അപ്പൊ അതിനുള്ള സയന്റിഫിക് ആയിട്ടുള്ള പ്രക്രിയകൾ ആചാര്യന്മാർ നമുക്ക് നൽകിയിട്ടുണ്ട്. രാവിലെ നാമം ജപിക്കുക, കുറച്ചു നേരം വായിക്കുക, ഇത് ചെയ്യുമ്പോൾ നമുക്ക് ആ ദിവസം ഓർമ്മ വരും ഭഗവാനെ കുറിച്ച്. മറ്റാർക്കെങ്കിലും എന്തെങ്കിലും സംശയങ്ങളുണ്ടോ ഈ പറഞ്ഞ പോയിന്റിൽ? ഇല്ല, ആർക്കെങ്കിലും ഡൗട്ട്സ്? ധന്യവാദം. ചോദിക്കുന്നു. ബദ്ധജീവാത്മാവ് എന്താണെന്നാണ് മാജി ചോദിച്ചത്. ബദ്ധ എന്ന് പറഞ്ഞ കണ്ടീഷൻ എന്നുള്ള ഒരു അർത്ഥമാണ്. കണ്ടീഷൻ എന്ന് പറഞ്ഞാല് ഒരു കാര്യത്തില് കണ്ടീഷൻ ആയി പോകും. ഇപ്പം നമുക്ക് ചായ കുടിക്കാനുള്ള ആഗ്രഹം. നമ്മൾ പണ്ട് പോലെ കുട്ടിക്കാലത്തെ ചായ കുടിച്ചു കുടിച്ചു വന്നിട്ട് നമുക്ക് ഒരു ദിവസം അത് കുടിക്കാതിരിക്കാനായിട്ട് പറ്റത്തില്ല. അത്രയും നമ്മൾ അതിനകത്ത് അറ്റാച്ച്ഡ് ആയി പോവുകയാണ്. അതിനെയാണ് കണ്ടീഷൻ എന്ന് പറയുന്നത്. അതില്ലാതെ എനിക്ക് ആ ദിവസം ഒന്നും ചെയ്യാൻ പറ്റത്തില്ല, അങ്ങനത്തെ ഒരു കണ്ടീഷൻ. അതേപോലെ ഈ നമ്മള് ഈ ഭഗവാനെ മറന്ന് ആസ്വദിക്കണം എന്നുള്ള കാര്യത്തിൽ പൂർണ്ണമായിട്ട് കണ്ടീഷൻ ആയിട്ടാണ് ഈ ലോകത്തിലേക്ക് വരുന്നത്. ഭഗവാൻ ഇല്ലാതെ എനിക്ക് എൻജോയ് ചെയ്യണം. അതാണ് നമുക്ക് ഇതിൽ ഭക്തിയിലേക്ക് വരാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ട്. ഒരു ചായ ഒത്തിരി നാളായിട്ട് വർഷങ്ങളായിട്ട് അഡിക്റ്റ് ആയ ഒരാൾക്ക് ചായ കളയാൻ വളരെ പാടാണ്. അതേപോലെ ഭഗവാൻ ഇല്ലാതെ എൻജോയ് ചെയ്യണം എന്നുള്ള ആഗ്രഹത്തിലാണ് നമ്മളെല്ലാം ഇവിടെ ഉള്ളത്. അതുകൊണ്ടാണ് ഭക്തി കൃഷ്ണൻ തന്നെ അത് പറയുന്നുണ്ടല്ലോ ഭഗവത്ഗീതയിൽ, മനുഷ്യാന സഹസ്രേഷു കർഷിത് എന്നത് സിദ്ധയെ കർഷിത് മാം വേണ്ടി തത്വത. ആയിരക്കണക്കിന് ആൾക്കാരിൽ ഒരാൾ മാത്രമേ എന്താണ് സത്യം എന്ന് അന്വേഷിക്കാൻ വരത്തുള്ളൂ. അങ്ങനെ വന്ന ആൾക്കാരില് വളരെ കുറച്ചു പേരെ സത്യത്തെ കണ്ടെത്തത്തുള്ളൂ. അങ്ങനെ സത്യത്തെ കണ്ടെത്തിയത് ആൾക്കാരിൽ വളരെ കുറച്ചു പേരെ അതിനെ പിന്തുടരത്തുള്ളൂ. ഇത് നമ്മൾ കണ്ടീഷനാണ്. ഭഗവാൻ ഇല്ലാതെ ഭഗവാനെ മാറ്റി വെച്ച് എനിക്ക് എൻജോയ് ചെയ്യണം, അതിൽ നമ്മൾ അത്ര അഡിക്റ്റാണ്. ചായ ഇല്ലാതെ നമുക്ക് പറ്റും, പക്ഷെ നമ്മൾ അത്രയും നാൾ ചായയായിട്ട് ജീവിച്ചത് കൊണ്ട് അത് പറ്റുന്നില്ല. അതാണ് ഡിവോട്ടീസ്, അതുകൊണ്ടാണ് ചില ഓപ്ഷൻസ് ഒക്കെ കൊടുക്കുന്നത്. നമ്മൾ ഹെർബൽ ടീ ഒക്കെ കൊടുക്കുന്നത് പെട്ടെന്ന് നമുക്ക് മാറ്റാനായിട്ടുള്ള ബുദ്ധിമുട്ട് കൊണ്ടാണ്. അപ്പൊ അതേപോലെ പതുക്കെ പതുക്കെയാണ് ഈ ഭക്തിയോഗം നമുക്ക് അതിൽ നിന്നും മാറ്റി തരുന്നത്. അതാണ് കണ്ടീഷൻ സ്റ്റേറ്റ്. നമ്മൾ അതിലങ്ങ് മുഴുകിയിരിക്കുകയാണ്. നമ്മൾ ഫിസിക്സിലൊരു ഇതുണ്ട്, പാവലോവിന്റെ എക്സ്പീരിയൻസ്. ഫിസിയോളജിയിൽ പഠിക്കുന്നത് പാവലോവ് എക്സ്പീരിയൻസ്. പാവലോവ് ഈ കണ്ടീഷൻ സ്റ്റേറ്റ് എങ്ങനെയാണെന്ന് ഒരു റഷ്യൻ ആളാണ്. അപ്പൊ അയാളൊരു നമ്മുടെ ബോഡിയും കണ്ടീഷനാണ് അതേപോലെ. അപ്പൊ അതേപോലെ അദ്ദേഹം എന്താ ചെയ്തതെന്ന് വെച്ചാൽ ഒരു നായയെ ഇട്ടു, ഒരു കൂട്ടിൽ നായയെ ഇട്ടു.
എന്നിട്ട് അദ്ദേഹം ഒരു കൃത്യസമയമാകുമ്പോഴത്തേനും ഒരു ബെല്ലടിക്കും. ബെല്ലടിച്ചിട്ട് ഇപ്പൊ 8 മണിക്ക് അയാൾ ബെല്ലടിക്കും. ബെല്ലടിച്ച് കഴിഞ്ഞ ഉടനെ 5 മിനിറ്റ് കഴിയുമ്പോഴത്തേനും ആ നായ്ക്ക് ഭക്ഷണം അയാൾ കൊണ്ടുവരും. അങ്ങനെ പിന്നെ 12 മണിയാകുമ്പോൾ ബെല്ലടിക്കും, നായ്ക്ക് ഭക്ഷണം കൊണ്ടുവരും. രാത്രിയാകുമ്പോൾ ബെല്ലടിക്കും, 8 മണിക്ക് ബെല്ലടിക്കും. ഇങ്ങനെ ഇങ്ങനെ റെഗുലറി അദ്ദേഹം ചെയ്തുകൊണ്ടിരുന്നു. അത് കഴിഞ്ഞിട്ട് ഒരു ദിവസം അയാൾ എന്ത് ചെയ്തു എന്ന് വെച്ചാല് ബെല്ലടിച്ചു, ഭക്ഷണം കൊണ്ടുവന്നിരുന്നു. അപ്പൊ ഭക്ഷണം ഒന്നും കൊണ്ടുവന്നില്ല. അപ്പൊ ആ സമയത്ത് എന്താ സംഭവിക്കുന്നത് വെച്ചാല് ഈ ഈ പട്ടി കുറെ നാളായിട്ട് 8 മണിക്ക് ബെല്ലടിക്കുന്ന കഴിയുമ്പോൾ തന്നെ അതിന്റെ ദഹനരസം എല്ലാം വരും. നാവിലെല്ലാം രുചി, ഭക്ഷണം ഡൈജസ്റ്റ് ചെയ്യാനുള്ള എല്ലാ കാര്യങ്ങളും അത് പുറത്തു വരും. കാരണം ബെല്ല് കേട്ടാൽ ഭക്ഷണം വരും, ഇത് കണ്ടീഷനായിട്ട്. അതുകൊണ്ട് ബെല്ലടിച്ചിട്ട് ഭക്ഷണം കൊണ്ടുവന്നില്ലെങ്കിലും ബെല്ലടി കേൾക്കുമ്പോഴത്തേനും ഈ നായ്ക്ക് ഇത് രുചികളെല്ലാം, ഇതിനെയാണ് കണ്ടീഷൻ. അതില് കണ്ടീഷൻ ആയിപ്പോയി. ഇതേപോലെ നമ്മള് ഇത് ഇതിൽ കണ്ടീഷനായി പോയിരിക്കുകയാണ്. അതുകൊണ്ടാണ് നമ്മൾ നാനാ ജീവിത വർഗങ്ങളിലും ജന്മം എടുത്തുകൊണ്ടിരിക്കുന്നത്. ഭഗവത്ഗീതയിലെ 13-ാം അധ്യായം 22-ാം ശ്ലോകത്തിൽ പറയുന്നത് പുരുഷ പ്രകൃതി സ്തോതി ഭുങ്ക്തേ പ്രകൃതി ജാഗുണ കാരണം ഗുണസംഗസ്യ സതസത്യോനി ജന്മിഷു. പുരുഷ പ്രകൃതി സ്തോതി ഭുങ്ക്തേ പ്രകൃതി ജാഗുണ. ഭുങ്ക്തി ആസ്വദിക്കാനുള്ള ത്വര, ഭഗവാനെ മറന്ന് എൻജോയ് ചെയ്യണം. ഇപ്പോഴോ പരമപിതാവായ പിതാവ് എന്ന് പറഞ്ഞാൽ അത് നമ്മൾ പതുക്കെ മാറ്റും കുറച്ച് കഴിയുമ്പോൾ. എപ്പോഴും എന്റെ അച്ഛൻ ഓർത്തു കഴിഞ്ഞാൽ അച്ഛൻ പറയുന്നതെല്ലാം എനിക്ക് കേൾക്കണമല്ലോ, അതൊന്നും നമ്മൾ പതുക്കെ അതിനെ സൗകര്യപൂർവ്വം മാറ്റിക്കളയും. കാരണം നമുക്ക് അവിടെ ആസ്വദിക്കാനുള്ള ത്വരയുള്ളതല്ല, നമുക്കത് കളയാനായിട്ട് പാടാണ്. അപ്പൊ നമ്മളിപ്പോ കേൾക്കും, പക്ഷെ പിന്നെ നമ്മൾ 2 ദിവസം കഴിയുമ്പോൾ അത് മാറ്റും. അപ്പൊ അത് ഈ കണ്ടീഷൻ സ്റ്റേറ്റ് കൊണ്ടാണ്. അത് ഇത് മാറണമെങ്കിൽ പരിശുദ്ധ ഭക്തന്മാരിൽ നമ്മൾ നിരന്തരം കേട്ടോണ്ടിരിക്കും. അതിന് ഏറ്റവും നമുക്ക് വെളിയിൽ പോയി കേൾക്കാൻ പറ്റിയില്ലെങ്കിൽ പ്രൂപ്പാന്റെ ബുക്സ് വായിക്കാൻ. പ്രൂപ്പാന്റെ ബുക്ക് വായിക്കുമ്പോൾ നമുക്ക് ഒരു കാര്യം 100% ഉറപ്പ് വരും. ഫസ്റ്റ് വരുന്ന ഒരു കാര്യം, ഈ വ്യക്തി ഈ ഭഗവാനെ പൂർണ്ണമായിട്ട് സ്നേഹിക്കുന്ന വ്യക്തിയാണ് എന്ന കാര്യം നമുക്ക് 100% ഉറപ്പ് വരും. അത് ആ ഒരു ഉറപ്പിലാണ് ശീല 80 വയസ്സുള്ള വൃദ്ധൻ ഈ ലോകമെമ്പാടും 12 വർഷം കൊണ്ട് ഈശ്വരാബോധം സ്ഥാപിച്ചു. ആ കൺവിക്ഷൻ കൃഷ്ണനുണ്ട്, കൃഷ്ണന്റെ പരമപിതാവായ പിതാവാണ് അദ്ദേഹമായിട്ട്. ഈ ഒരു നമ്മളൊക്കെ ഒരു 80 വയസ്സിൽ ഒരാൾ വന്ന് എന്തെങ്കിലും അഭിപ്രായം നമ്മളാരെങ്കിലും ശ്രദ്ധിക്കുക പോലും ചെയ്യും. പക്ഷെ ആ വ്യക്തിക്ക് ഇത്രയും ലോകമെമ്പാടും വെറും 11 വർഷം കൊണ്ട് ലോകമെമ്പാടും കൃഷ്ണാബോധം സ്ഥാപിക്കാൻ പറ്റും. യങ്ങായിട്ട് പോയി കുറെ വർഷം ചെയ്തിട്ട് ചെയ്തതല്ല. 70-ാമത്തെ വയസ്സിൽ പോയി 80-ാമത്തെ വയസ്സിൽ സമാധിയാവുന്നതിന് മുമ്പ് അദ്ദേഹത്തിന് ഈ ലോകത്തിന് കൃഷ്ണാബോധം പ്രചരിപ്പിക്കാനായിട്ട്. അതും ഈസി അല്ല. നിങ്ങൾ എന്ത് വേണമെങ്കിലും ചെയ്തോ, കൃഷ്ണനെ അക്സെപ്റ്റ് ചെയ്തു, അങ്ങനെയല്ല പ്രൂപ്പാത് പറഞ്ഞത്. യമനിയമങ്ങൾ പറഞ്ഞു, ഇതൊക്കെ വെച്ചിട്ടാണ് ആൾക്കാർ അക്സെപ്റ്റ് ചെയ്തത്. അപ്പൊ അതാണ് ആ വ്യക്തിയുടെ കൺവിക്ഷൻ. അതാണ് ബുക്കുകളിൽ എവിഡന്റ് ആണ്. നമ്മൾ ബുക്ക് വായിക്കുക, നാമം ജപിക്കുക, ഇതെല്ലാം ചെയ്യുമ്പോൾ നമുക്ക് ഈ കണ്ടീഷനിൽ നിന്ന് പുറത്തു വരാനായിട്ട് സാധിക്കും. വേറെ ആർക്കെങ്കിലും ചോദ്യം? വേറെ ആർക്കെങ്കിലും ചോദ്യം? കണ്ടീഷണൽ ലവും അൺകണ്ടീഷണൽ ലവും. കണ്ടീഷണൽ ലവ് എന്ന് പറഞ്ഞാല് നമുക്ക് എന്തെങ്കിലും പ്രതീക്ഷിച്ചുകൊണ്ട് ഭഗവാനെ സ്നേഹിക്കുന്നതാണ് കണ്ടീഷണൽ ലവ്. എന്തെങ്കിലും നമ്മൾ പ്രതീക്ഷിക്കുന്നു, നമ്മൾ മുക്തി പ്രതീക്ഷിക്കുന്നുണ്ടോ, അല്ലെങ്കിൽ നമുക്ക് മറ്റെന്തെങ്കിലും പ്രതീക്ഷിച്ചുകൊണ്ട് ഭഗവാനെ സ്നേഹിക്കാനായിട്ട് അല്ലെങ്കിൽ ഭഗവാന്റെ നാമം ജപിക്കുന്നതിനെയാണ് കണ്ടീഷൻ എന്ന് പറയുന്നത്. എന്തെങ്കിലും ഒരു കണ്ടീഷൻ. ചൈതന്യ മഹാപ്രഭു പറയുന്നത് നതനം നജനം ന സുന്ദരി കവിതാ ജഗദീശ കാമി മമ ജന്മനി ജന്മനീശ്വരി ഭഗവത് ഭക്തി അഹേതുജയ്. നതനം നജനം, എനിക്ക് ഫോളോവേഴ്സിന് വേണ്ട. നതനം, എനിക്ക് ഒരുപാട് സൗകര്യങ്ങളോ ഫെസിലിറ്റീസോ വേണ്ട. ന സുന്ദരി, എനിക്ക് സുന്ദരികളായ സ്ത്രീകളെ വേണ്ട. കവിതാമാം മമ ജന്മനി ജന്മനീശ്വരി, എനിക്ക് മുക്തി തന്നെ വേണ്ട. ഞാൻ ഭഗവാനെ പ്രാർത്ഥിക്കുന്നു, എനിക്ക് മുക്തി കിട്ടണം, ഈ ഭൗതിക ലോകത്തിൽ മുക്തി കിട്ടണം, അതൊന്നും വേണ്ട. ഭഗവത് ഭക്തി അഹേതുക, എത്ര ജന്മം എടുത്താലും എനിക്ക് അഹേതുകമായ ഭഗവത് ഭക്തി, അഹേതുക ഭക്തിയാണ് അൺകണ്ടീഷൻ എന്ന് പറയുന്നത്. ഒന്നും തിരിച്ച് പ്രതീക്ഷിക്കുന്നില്ല. ഇങ്ങോട്ട് എന്തെങ്കിലും വേണം,
കൃഷ്ണ എനിക്ക് ഈ അനുഗ്രഹം തരും, ഞാൻ എന്റെ ഇത് ചെയ്യാം, അല്ലെങ്കിൽ നാമം ജപിക്കാം, എനിക്ക് പരീക്ഷയിൽ പാസ്സാവണം, അതുകൊണ്ട് ഞാൻ നാമം ജപിക്കാം. അത് കണ്ടീഷനാണ്. എന്തെങ്കിലും കണ്ടീഷൻ ബിസിനസ്സാണ്. ബിസിനസ്സിൽ നമ്മൾ എന്ത് ചെയ്യുമ്പോഴും എന്തെങ്കിലും പ്രതീക്ഷിച്ചുകൊണ്ടാണ് ചെയ്യുന്നത്. അതാണ് കണ്ടീഷൻ. പക്ഷെ നമ്മള് പ്രഭുപാദ് നമുക്ക് പറഞ്ഞിരിക്കുന്നത് അൺകണ്ടീഷണൽ. അൺകണ്ടീഷണൽ ലവില് എന്താണ് കിട്ടാൻ പോകുന്നത്? നമ്മളൊന്നും പ്രതീക്ഷിക്കാതാണ് ഭഗവാനെ സ്നേഹിക്കാൻ ശ്രമിക്കുന്നത്. അപ്പൊ കിട്ടാൻ പോകുന്നത് ഭഗവാനെ തന്നെയാണ്. അല്ലെങ്കിൽ ഭഗവാന്റെ ഓരോ ശക്തികളെ നമുക്ക് കിട്ടും. നമ്മള് എനിക്ക് പരീക്ഷ പാസ്സാവണം, ഭഗവാനെ പരീക്ഷ പാസ്സാവും, പക്ഷെ നമുക്ക് കൃഷ്ണനെ കിട്ടത്തില്ല. ഇത് വേണം ഭഗവാനെ, അത് കിട്ടും, പക്ഷെ കൃഷ്ണനെ കിട്ടത്തില്ല. പക്ഷെ ഒന്നും വേണ്ട, എനിക്ക് അങ്ങേ മതി, അങ്ങേ സ്നേഹം മതി എന്ന് വിചാരിച്ച് നമുക്ക് ആവർത്തിക്കും. അതാണ് അൺകണ്ടീഷണൽ ലവ്. ശ്രീമദ് ഭഗവത്ഗീത കീച്ച്, ശീല പ്രഭുപാദ കീച്ച്. ഇന്ന് നമുക്ക് പ്രസാദം നൽകിയിരിക്കുന്നത് ഹർഗ്രേസ് മോഹിനി മാതാജിയാണ്. മാതാജിക്കും കുടുംബത്തിനും എല്ലാം ആത്മീയ പുരോഗതിക്ക് വേണ്ടി 3 വട്ടം ഹരേ കൃഷ്ണ മഹാമന്ത്രം. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ രാമ ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ രാമ. ഈ ആഴ്ച ഉടുപ്പി നമുക്ക് ഈ ഒരു ആഴ്ചക്കുള്ളിൽ നിങ്ങൾ രജിസ്റ്റർ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ജൂലൈയിൽ 19, 20, 21 3 ദിവസങ്ങളിൽ ഉടുപ്പിയിലേക്ക് ഒരു യാത്രയുണ്ട്. ഗ്രേസ് ജഗസാക്ഷി പ്രഭുവിന്റെ നേതൃത്വത്തിലാണ് പോകുന്നത്. വളരെ സുലഭ യാത്ര എന്ന് പറയുന്നത്, വളരെ ചെലവ് കുറഞ്ഞ ഒരു യാത്രയാണ്. അതില് ഒരു വ്യക്തിക്ക് 4500 ആണ്. 2 ദിവസം യാത്രയുണ്ട്, അതിനകത്ത് പ്രസാദവും എല്ലാം അതിനകത്ത് ചേരുന്നുണ്ട്. ഒരുപാട് കഥകൾ ഉണ്ടാവും, ഒരുപാട് സ്ഥലങ്ങൾ ഉടുപ്പി പ്രദേശങ്ങളിലൊക്കെ പോകുന്നുണ്ടാവും. നമുക്ക് ആർക്കെങ്കിലും ഈ ഗ്രൂപ്പിലുള്ള ആർക്കെങ്കിലും ഇന്ന് ജോയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ ബ്രജസേവ പ്രഭുവിന്റെ അടുത്ത് പറഞ്ഞ് അതൊരു മാതാജിയുമായിട്ട് കണക്ട് ചെയ്ത് തരും. അപ്പൊ അത് നമുക്ക് ചെയ്യാൻ പറ്റും ഗ്രൂപ്പിൽ. ഈ ഓൺലൈനായിട്ട് കേൾക്കുന്ന ആർക്കെങ്കിലും അങ്ങനെ താല്പര്യം ഉണ്ടെങ്കിൽ ബ്രജസേവ പ്രഭു എല്ലാവർക്കും അറിയാമായിരിക്കും പ്രഭുവിന്റെ നമ്പർ, പ്രഭുവിനെ കോൺടാക്ട് ചെയ്യാം, അല്ലെങ്കിൽ എന്റെ നമ്പർ അറിയാമെങ്കിൽ എന്നെയും കോൺടാക്ട് ചെയ്യാം. ഹരേ കൃഷ്ണ. ഈ ആഴ്ച കൊണ്ട് അത് ക്ലോസ് ചെയ്യുമെന്നാണ് പറയുന്നത്. ഈ ആഴ്ച കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ടിക്കറ്റ് കിട്ടത്തില്ല, പിന്നെ അത് ക്ലോസ് ചെയ്യും. ഹരേ കൃഷ്ണ.